എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കറണ്ട് ഇവൻറ്റ്സ് എന്നൊരു സെഷനാണിപ്പോൾ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ പറയുന്ന കോൺസെപ്റ്റ്സ് ഡിസ്കസ് ചെയ്യുന്നൊരു സെഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അടുത്ത വീഡിയോ നമ്മൾ ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആദ്യത്തേത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യസ് റിപ്പോർട്ട് ഹാസ് റിജക്റ്റഡ് ദ ക്ലെയിംസ് ഓഫ് കെ ഷേപ്ഡ് എക്കണോമിക് റിക്കവറി. കെ ഷേപ്ഡ് എക്കണോമിക് റിക്കവറി ഇന്ത്യയിൽ ഇല്ല എന്ന രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഈ പറയുന്ന റിപ്പോർട്ടിൻ്റെ കൺക്ലൂഷൻ ആണ് പറയുന്നത്. അപ്പോൾ എന്താണ് കെ ഷേപ്ഡ് റിക്കവറി എന്ന് നോക്കണം. ഇപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യസ് റിപ്പോർട്ട് ഹാസ് റിജക്റ്റഡ് ദ ക്ലെയിംസ് ഓഫ് കെ ഷേപ്ഡ് എക്കണോമിക് റിക്കവറി ഇൻ ഇന്ത്യ ബിക്കോസ് ഇൻകം ഇൻഇക്വാലിറ്റി ഹാസ് ഡിക്ലൈൻഡ് ഇൻ ഇന്ത്യ വിത്ത് എ ഹയർ ടാക്സ് ബേസ് ആൻഡ് എ ഷിഫ്റ്റ് ഇൻ ടാക്സ് പേയേഴ്സ് ഫ്രം ലോവർ ഇൻകം ടു ഹയർ ഇൻകം ടാക്സ് ബ്രാക്കറ്റ്. അപ്പോൾ ഇതിൽ ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ, കെ ഷേപ്ഡ് റിക്കവറി അല്ല ഇന്ത്യക്ക് എന്നാണ് പറയുന്നത്. കാരണം ഇൻഇക്വാലിറ്റി ഡിക്ലൈൻ ചെയ്തു എന്നും അതുപോലെ തന്നെ ഹയർ ടാക്സ് ഇൻകമിലേക്ക് ആൾക്കാർ വന്നു എന്നാണ് പറയുന്നത്. പോസിറ്റീവായിട്ടാണ് പറയുന്നത്. അപ്പോൾ കെ ഷേപ്ഡ് റിക്കവറി എന്ന് പറയുന്നത് എന്താണ്? കെ ഷേപ്പിലുള്ള ഒന്ന് ആലോചിച്ചാൽ മതി. പല സെക്ടേഴ്സും വളരെ നന്നായിട്ട് പെർഫോം ചെയ്യും, ചില സെക്ടേഴ്സ് നന്നായി പെർഫോം ചെയ്യാത്ത, അതായത് അൺഈവൺ ആയിട്ടുള്ള പെർഫോമൻസ് എക്കോണമിയിൽ ഉണ്ടാവുന്നത്. അതായത് ഈ പറയുന്ന മുമ്പോട്ട് പോകുന്ന സമയത്ത് എക്കോണമിയിൽ ഉണ്ടാകുന്ന ഗ്രോത്ത് നമുക്കറിയാമല്ലോ. അപ്പോൾ ചില സെക്ടേഴ്സ് ഉണ്ട്. ഇപ്പോൾ പറയുമ്പോൾ ഇൻഡസ്ട്രി, മൈനിങ് അങ്ങനെയുള്ള സെക്ടേഴ്സ് മുമ്പോട്ട് പോകും, അഗ്രികൾച്ചർ മറ്റുള്ള സാധനങ്ങൾ താഴോട്ട് പോവുകയൊക്കെ ചെയ്യുന്നത്. എക്സാമ്പിൾ പറഞ്ഞാണ്. അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഗ്രോത്ത് ഉണ്ടാവുക എന്ന് പറയുന്നതാണ് കെ ഷേപ്ഡ് റിക്കവറി എന്ന് പറയുന്നത്. അതായത് ഒരു റെസഷനോ സ്ലോ ഡൗണോ കഴിഞ്ഞിട്ട് ഒരു എക്കോണമി റിവൈവ് ചെയ്യുന്ന സമയത്ത് ചില സെക്ടേഴ്സ് നന്നായി പെർഫോം ചെയ്യും, ചില സെക്ടേഴ്സ് നന്നായി പെർഫോം ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് കെ ഷേപ്ഡ് റിക്കവറി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ റിക്കവറി ഇൻ വിച്ച് ദ പെർഫോമൻസ് ഓഫ് ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ എക്കോണമി ഡൈവേർജസ് ലൈക്ക് ദ ആംസ് ഓഫ് ദ ലെറ്റർ കെ. കെൻ്റെ ആംസ് ഇല്ലേ, ഒന്ന് മുകളിലേക്കും ഒന്ന് താഴേക്കും, അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താ? ചില സെക്ടേഴ്സ് മുകളിലേക്ക് ഗ്രോത്ത് ഉണ്ടെന്നും ചില സെക്ടേഴ്സ് താഴേക്ക് പോവുകയാണെന്നുള്ളതാണ്. പിന്നെ കെ ഷേപ്ഡ് റിക്കവറി സം പാർട്സ് ഓഫ് ദ എക്കോണമി മേ എക്സ്പീരിയൻസ് സ്ട്രോങ് ഗ്രോത്ത് വൈൽ അതേഴ്സ് കണ്ടിന്യൂ ടു ഡിക്ലൈൻ. ഒരുപാട് റിക്കവറി ഗ്രോത്ത് കർവ്സ് ഈ എക്കോണമിക്സിൽ പറയുന്നുണ്ട്. എൽ ഷേപ്ഡ് ഉണ്ട്, യു ഷേപ്ഡ് ഉണ്ട്, വി ഷേപ്ഡ് ഉണ്ട്, അതുപോലെ തന്നെ ഡബ്ല്യു ഷേപ്ഡ് ഒക്കെ ഉണ്ട്. അപ്പോൾ കെ ഷേപ്ഡ് എന്ന് പറയുന്നത് ന്യൂസിൽ വന്നതുകൊണ്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ന്യൂസിൽ ഇപ്പോൾ SBI പോലത്തെ ഒരു ഓർഗനൈസേഷൻ്റെ റിപ്പോർട്ട് വന്നതുകൊണ്ടാണ് നമ്മൾ കെ ഷേപ്ഡ് റിക്കവറിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ കെ ഷേപ്ഡ് റിക്കവറി എന്ന് പറയുന്നത് ഇതാണ്. ചില സെക്ടേഴ്സ് മുമ്പോട്ട് പോവുകയും ചില സെക്ടേഴ്സ് താഴേക്ക് പോകും. ഇറ്റ് ഈസ് റിസംബ്ലിങ് ദ ആംസ് ഓഫ് ദി ലെറ്റർ കെ എന്നാണ് പറയുന്നത്. കെ എന്ന് പറഞ്ഞ ലെറ്ററിൻ്റെ ആംസിനെ ഈ പറയുന്ന ഡെപ്പിക്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് പറയുന്നത്. പിന്നെ കെ ഷേപ്ഡ് റിക്കവറി സം പാർട്സ് ഓഫ് ദ എക്കോണമി മേ എക്സ്പീരിയൻസ് സ്ട്രോങ് ഗ്രോത്ത്. ചില പാർട്സ് ഓഫ് ദ എക്കോണമി എന്ന് ഉദ്ദേശിക്കുന്നത് ചില സെക്ടേഴ്സ് ഓഫ് ദ എക്കോണമി സ്ട്രോങ് ഗ്രോത്ത് കാണിക്കുകയും ചിലത് കാണിക്കാതിരിക്കുകയും ചിലത് ഡിക്ലൈൻ ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കേർവ് ജസ്റ്റ് ഞാൻ കാണിച്ചിട്ടുണ്ട് ഇവിടെ. അതായത് നമ്മൾ ഇപ്പോൾ നോക്കിയ സം പാർട്സ് ഓഫ് ദ എക്കോണമി റിക്കവറിങ് എന്ന് പറഞ്ഞിട്ട് ഈ ആവറേജ് GDPന് മുകളിലാണ് ആ പച്ച വര മുകളിലേക്ക് പോയിരിക്കുന്നത്. അത് ഇൻഡിക്കേറ്റ്സ് ഗ്രോത്ത്. താഴേക്ക് ചിലത് സ്റ്റാഗ്നേറ്റിംഗ് ഓർ സിങ്കിങ്, അതായത് തളം കെട്ടിക്കിടക്കുന്ന ഗ്രോത്തോ അല്ലെങ്കിൽ താഴേക്ക് പോകുന്ന ഗ്രോത്തോ ആണ് എന്ത് ഈ പറഞ്ഞ ചില സെക്ടേഴ്സ് കാണിക്കുന്നത്. അതുകൊണ്ട് ആവറേജ് GDP എന്ന് പറഞ്ഞൊരു മിഡ് ബാർ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് പോകുന്നത് ഗ്രോത്ത് കാണിക്കുന്ന സ്ട്രോങ് ഗ്രോത്ത് കാണിക്കുന്ന ഇൻഡിക്കേറ്റേഴ്സും താഴേക്ക് പോകുന്നത് താഴേക്ക് പെർഫോം ചെയ്യാത്ത പാരാമീറ്റേഴ്സാണ്. അത് രണ്ടും ഒരു കെയുടെ ആംസ് പോലെയല്ലേ, അതുകൊണ്ടാണ് കെ ഷേപ്ഡ് റിക്കവറി. ഡബ്ല്യു ഷേപ്ഡ് റിക്കവറി എന്താണ്? അപ്പോൾ ഇതിനൊരു എക്സാമ്പിളായിട്ട്, അതായത് വേറെ കേർവ്സ് ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഡബ്ല്യു ഷേപ്ഡ് റിക്കവറി പറയുന്നത്. അപ്പോൾ ഇതെന്താ കാണിക്കുന്നത്? ഡബ്ല്യു ഷേപ്ഡ് റിക്കവറി ഈസ് വെൻ an economy passes through a recession into a recovery and then immediately turns down into another recession. അപ്പോൾ ഒരു റെസഷനോ സ്ലോ ഡൗണോ ഉണ്ടാകുന്ന സമയത്ത് മുകളിലേക്ക് പൊന്തുകയും അത് കഴിഞ്ഞിട്ടത്, അതായത് ഈ പറഞ്ഞ പോലെ എക്കോണമിക്കായിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തുകയും പെട്ടെന്ന് തന്നെ വീണ്ടും താഴെ പോവുകയും ചെയ്യുന്ന സൈക്കിൾസാണ് എന്ത് പറയുന്നത്? ഡബ്ല്യു ഷേപ്ഡ് റിക്കവറി. ഡബ്ല്യു ഷേപ്ഡ് റെസഷൻസ് ക്യാൻ ബി പർട്ടിക്കുലർലി പെയിൻഫുൾ ബിക്കോസ് ദ ബ്രീഫ് റിക്കവറി ദാറ്റ് ഒക്കേഴ്സ് ക്യാൻ ഫൂൾ ഇൻവെസ്റ്റേഴ്സ് ഇൻ ടു ഗെറ്റിംഗ് ബാക്ക് ഇൻ ടു ഏർലി. അപ്പോൾ ഇതിൽ ഒരു ഡിസഡ്വാൻറ്റേജ് ആയി പറഞ്ഞിരിക്കുന്നത്, ഒരു മോശം കാര്യം പറഞ്ഞിരിക്കുന്നത്, ഡബ്ല്യു ഷേപ്ഡ് റിക്കവറിയിൽ എന്ത് പറ്റും? ആദ്യം റെസഷൻ ഉണ്ടാവും, പിന്നെ പെട്ടെന്ന് ബൂം ഉണ്ടാവും, പിന്നെ വീണ്ടും താഴെ പോകും. അപ്പോൾ ഇങ്ങനെയുള്ള സമയങ്ങളിൽ ഒരു ബൂം ഉണ്ടാകുന്ന സമയത്ത് ഇൻവെസ്റ്റേഴ്സ്, പ്രത്യേകിച്ച് ഇപ്പോൾ ഷെയർ മാർക്കറ്റ്സിലൊക്കെ ഇടുന്ന ആൾക്കാർക്ക് എന്ത് തോന്നും? അത് തിരിച്ച് റിക്കവറി വന്നു എന്ന് തോന്നിയിട്ട് എക്കോണമി നന്നായി പെർഫോം ചെയ്യുന്ന സമയമാണെന്ന് തോന്നുന്ന സമയത്ത് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും? തിരിച്ച് ചിലപ്പോൾ അതേപോലെ തന്നെ താഴേക്ക് വരാനുള്ള സാധ്യത ഉണ്ടായതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് ഇൻവെസ്റ്റേഴ്സിന് എന്ത് പറ്റും? അതൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് അല്ലെങ്കിൽ അഡ്വേഴ്സ് എഫക്റ്റ് ആയിട്ട് മാറും. അതാണ് ഡബ്ല്യു ഷേപ്ഡ് റിക്കവറി. അപ്പോൾ നിങ്ങൾ ആലോചിച്ചാൽ മതി, ഒരു ഡബ്ല്യു പോലെയുള്ള എങ്ങനെയാണ് ആദ്യം താഴേക്ക് വരുന്നു, പിന്നെ മുകളിലേക്ക് പോകുന്നു, പിന്നെ താഴേക്ക് വരുന്നു, അങ്ങനെയല്ലേ ഡബ്ല്യു നമ്മൾ എഴുതുന്നത്. അതാണ് ഡബ്ല്യു ഷേപ്ഡ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ന്യൂസിൽ പറഞ്ഞിരിക്കുന്നത് കെ ഷേപ്ഡ് റിക്കവറിയാണ്, ഓർത്ത് വെക്കണം. പിന്നെ എന്താണ് ബാഡ് ബാങ്ക് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ്? അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട്. വാട്ട് ഈസ് ബാഡ് ബാങ്ക്? നമുക്കറിയാം, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പബ്ലിക് സെക്ടർ ബാങ്ക്സ് അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് തന്നെ എന്താണ്?
ഈ പറയുന്ന NPA അഥവാ ബാഡ് ലോൺസ് ആണ്, നോൺ പെർഫോമിംഗ് അസറ്റ്സ്, അതായത് കിട്ടാക്കടമാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ അത് റെസൊല്യൂഷൻ നടത്താൻ വേണ്ടി, അത് അങ്ങനെയുള്ള ബാഡ് ലോൺസിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ബാഡ് ബാങ്ക് എന്ന കോൺസെപ്റ്റ് വന്നത്. ആസ് സച്ച് അതൊരു ബാഡ് ബാങ്ക് അല്ല, പക്ഷേ ബാഡ് ലോൺസ് ഡീൽ ചെയ്യുന്ന ബാങ്ക്, അതായത് കിട്ടാക്കടം ഡീൽ ചെയ്യുന്ന ബാങ്ക് എന്നേ അർത്ഥമുള്ളൂ. അതിൻ്റെ പേരാണ് നാഷണൽ അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനി എന്ന് പറയുന്നത്, NARC, നാഷണൽ അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനി ലിമിറ്റഡ്. അപ്പോൾ ഇതിലെന്താ NARCL എന്താ പറഞ്ഞിരിക്കുന്നത്? ഇൻകോർപ്പറേറ്റഡ് അണ്ടർ കമ്പനീസ് ആക്ട് ആൻഡ് ഹാസ് received a certificate of registration from the RBI to commence the business of an asset reconstruction company. NARCL will majorly be owned by public sector banks. Canara Bank is sponsored with shareholding of 12%. അപ്പോൾ NARCL എന്ന് പറയുന്നത് എന്താണ്? ഒരു അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനിയാണ്. ഇത് കമ്പനീസ് ആക്ട് വഴി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു സ്ഥാപനമാണ്. ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണ്? ബാഡ് ലോൺസ് റിക്കവർ ചെയ്യുക. ഈ പബ്ലിക് സെക്ടർ സ്ഥാപനങ്ങളിലെ ബാഡ് ലോൺസ്, അതായത് കിട്ടാക്കടങ്ങൾ റിക്കവർ ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ ബാഡ് ബാങ്കിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലായല്ലോ. അതിൽ ഈ പറഞ്ഞിരിക്കുന്ന NARCL 12% കാനറ ബാങ്കിനാണ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നു. എക്കണോമിക് ആക്ടിവിറ്റി ഇൻഡെക്സ്, നമുക്കറിയാം എക്സാംസിൽ പൊതുവേ ഇങ്ങനെയുള്ള ഇൻഡെക്സുകളും ആരാണ് പബ്ലിഷ് ചെയ്യുന്നതൊക്കെ ചോദിക്കാറുണ്ട്. എക്കണോമിക് ആക്ടിവിറ്റി ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ RBI ആണ് പബ്ലിഷ് ചെയ്യുന്നത്. ദിസ് ഇൻഡെക്സ് യൂസസ് 27 മന്ത്ലി ഇൻഡിക്കേറ്റേഴ്സ് representing the industry, service, global and miscellaneous activities to gauge the underlying state of the economy. അപ്പോൾ എക്കോണമി ഏത് രീതിയിലാണ് എന്ന് അസസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 27 ഇൻഡിക്കേറ്റേഴ്സ് വെച്ചിട്ട്, മന്ത്ലി ഇൻഡിക്കേറ്റേഴ്സ് വെച്ചിട്ട്, സൂചനകൾ വെച്ച് നമുക്ക് എന്ത് ചെയ്യുന്നത്? എക്കണോമിക് ആക്ടിവിറ്റി അളക്കപ്പെടുന്നത്. അപ്പോൾ പല സർവീസസ് ഉണ്ടാവും, ഗുഡ്സ് ഉണ്ടാവും, ട്രേഡ് ഉണ്ടാവും, അങ്ങനെ പല മിസ്ലേനിയസ് ആക്ടിവിറ്റീസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ പല ആക്ടിവിറ്റീസിനെയും നമ്മൾ അസസ് ചെയ്ത് എക്കണോമിക് ട്രെൻഡ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്, അല്ലെങ്കിൽ ചെയ്യുന്നൊരു ഇൻഡെക്സാണ്. അല്ലെങ്കിൽ ആ ഇൻഡെക്സിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ പറഞ്ഞ എക്കണോമിക് ആക്ടിവിറ്റി ട്രേസ് ചെയ്ത് എന്താണ് എക്കണോമിക് ട്രെൻഡ് എന്ന് പ്രഡിക്റ്റ് ചെയ്യലാണ്. അപ്പോൾ RBI ആണ് എക്കണോമിക് ആക്ടിവിറ്റി ഇൻഡെക്സ് പബ്ലിഷ് ചെയ്യുന്നത്. ഓർത്ത് വെക്കണം. ദ എക്കണോമിക് ആക്ടിവിറ്റി ഇൻഡെക്സ് ഇസ് എൻ എഫിഷ്യൻറ്റ് പ്രഡിക്ടർ ഓഫ് അഡ്വാൻസ്ഡ് ക്വാർട്ടർലി GDP എസ്റ്റിമേറ്റ്സ് ഓഫ് ദ NSO. അപ്പോൾ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് എന്ന് പറഞ്ഞ NSO ആണ് ഈ പറഞ്ഞ GDP ആയി ബന്ധപ്പെട്ട കാൽക്കുലേഷൻസ്. ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് അല്ലേ? എന്താണ് GDP? GDP ഇസ് ദി ഫൈനൽ വാല്യൂ ഓഫ് ഓൾ ദി ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ജോഗ്രഫിക്കൽ എക്സ്റ്റെൻറ്റ് ഓഫ് എ കൺട്രി. ഒരു രാജ്യത്തിൻ്റെ ജോഗ്രഫിയിലെ ഉള്ളിൽ നിന്ന്, ടെറിട്ടോറിയൽ എക്സ്റ്റെൻറ്റിൻ്റെ ഉള്ളിൽ നിന്ന് കൊണ്ടുള്ള എല്ലാ ഗുഡ്സിൻ്റെയും സർവീസസിൻ്റെയും പണത്തിൻ്റെ മൂല്യം അല്ലേ? ഫൈനൽ ഗുഡ്സിൻ്റെയും പണത്തിൻ്റെ മൂല്യമാണ് GDP എന്ന് പറയുന്നത്. അപ്പോൾ ആ GDP കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആരാണ്? NSO ആണ്, നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസാണ്. അപ്പോൾ ഈ NSOക്ക് ഈ പറയുന്ന ക്വാർട്ടർലി GDP പ്രഡിക്ഷൻസ് കൊടുക്കുന്ന ഒരു ഡ്യൂട്ടിയാണ് നിർവഹിക്കുന്നത്? എക്കണോമിക് ആക്ടിവിറ്റി ഇൻഡെക്സ്. ഇത് ആരാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്? RBI ആണ്. The role of Governor of Kerala has become a subject of debate in the recent times. The Kerala government introduced a bill to abolish the vice chancellorship of governor. The governor did not assent the bill and referred to the bill to the president. Actually ഇത് പൊളിറ്റിയിൽ നിന്ന് വരുന്നൊരു പോർഷനാണ്. അപ്പോൾ ഇതിൽ ടോപ്പിക് എന്ന് പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ ഗവർണർ ഓഫ് കേരള, അതുപോലെ തന്നെ ചീഫ് മിനിസ്റ്റർ ആൻഡ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സുമായിട്ടുള്ള കോൺഫ്ലിക്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പല കാര്യത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ഗവർണർ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റിൻ്റെ അതുമായി ബന്ധപ്പെട്ടുള്ള ആർട്ടിക്കിൾസോ അല്ലെങ്കിൽ അങ്ങനെ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. കാരണം അങ്ങനെയുള്ള കോൺഫ്ലിക്ട്സ് നിലനിൽക്കുന്നുണ്ട്. തമിഴ്നാട്ടിലുണ്ട്, പഞ്ചാബിലുണ്ട്. അങ്ങനെ ഗവർണറുടെ പോസ്റ്റ് അതുപോലെ തന്നെ ചീഫ് മിനിസ്റ്റർ ആൻഡ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സുമായിട്ടുള്ള കോൺഫ്ലിക്റ്റ് വരുമ്പോൾ എന്തൊക്കെയാണ് ഓരോ പോസ്റ്റിൻ്റെ അധികാരങ്ങൾ, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ ഈ പറയുന്ന അധികാരങ്ങൾ ഓവർ സ്റ്റെപ്പ് ചെയ്യുന്നുണ്ടെന്നൊക്കെയുള്ള ചോദിക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബേസിക് ആർട്ടിക്കിൾസൊക്കെ ഒന്ന് പഠിക്കുന്നത് നല്ലതാണ്. ആർട്ടിക്കിൾ 153 ഇറ്റ് പ്രൊവൈഡ്സ് ദാറ്റ് ദർ ഷാൽ ബി ആൻ ഓഫീസ് ദ ഗവർണർ ഓഫ് ഫോർ ഈച്ച് സ്റ്റേറ്റ്. അപ്പോൾ ഈ സ്റ്റേറ്റിന് ഒരു ഗവർണർ എന്ന പദവി ഉണ്ടാവണം എന്ന് പറയുന്ന ആർട്ടിക്കിൾ 153 ആണ്. 155 പറഞ്ഞിരിക്കുന്നത് ഗവർണർ ഷാൽ ബി അപ്പോയിൻറ്റഡ് ബൈ ദി പ്രസിഡൻറ്റ് ബൈ വാറണ്ട് അണ്ടർ ഹിസ് ഹാൻഡ് ആൻഡ് സീൽ എന്ന് പറയുന്നത്. അപ്പം ഗവർണർ അപ്പോയിൻറ്റ് ചെയ്യുന്ന ആരാണ്? പ്രസിഡൻ്റാണ്. 157 പറഞ്ഞിരിക്കുന്നത് എലിജിബിലിറ്റി ഓഫ് അപ്പോയിൻറ്റ്മെൻ്റ് ആണ് അല്ലേ? എലിജിബിലിറ്റി ഓഫ് അപ്പോയിൻറ്റ്മെൻറ്റ് 35 വയസ്സായിരിക്കണം, ഇന്ത്യൻ റെസിഡൻ്റ് ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞില്ല എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഇതിലാണ് പറഞ്ഞിരിക്കുന്നത് 157. അപ്പോൾ ഗവർണർ ചോദ്യങ്ങളിൽ വരാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നത് ഈ ന്യൂസിൽ എപ്പോഴും ഈ പറയുന്ന കോൺഫ്ലിക്റ്റും ഗവർണറുടെ പൊസിഷനും, ഇപ്പോൾ ചില കമ്മീഷൻസ് ഉണ്ട്, ഇപ്പോൾ രാജമന്നാർ കമ്മീഷൻ അല്ലെങ്കിൽ സർക്കാരിയ കമ്മീഷൻ, പുഞ്ചി കമ്മീഷൻ, അങ്ങനെയുള്ള കമ്മീഷൻസ് ഗവർണർ എന്തായിരിക്കണം അല്ലെങ്കിൽ ഏത് രീതിയിൽ ഫംഗ്ഷൻ ചെയ്യണം എന്ന് റെക്കമെൻഡേഷൻസ് കൊടുത്ത കമ്മീഷൻസാണ്. അപ്പോൾ അതും വരാൻ സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ള ബേസിക് ആർട്ടിക്കിൾസും വരാൻ സാധ്യതയുണ്ട്. SC അപ്ഹോൾഡ്സ് സെബി പ്രോബിൻ ആൻഡ് അദാനി ഹിൻഡൻബർഗ് കേസ്. അപ്പോൾ SC എന്താണ്? സെബീൻ്റെ പ്രോബ്, സെബീൻ്റെ ഇൻവെസ്റ്റിഗേഷൻ അപ്ഹോൾഡ് ചെയ്തിരിക്കുകയാണ്, അതായത് അത് ശരിവെച്ചിരിക്കുകയാണ്. അപ്പോൾ സെബി എന്താണെന്ന് പഠിക്കണം, അതുപോലെ തന്നെ എന്താണ് ഈ ഹിൻഡൻബർഗ് കേസ് എന്ന് പഠിക്കണം. അദാനിയുമായി ബന്ധപ്പെട്ടുള്ള എന്ത് സാഹചര്യത്തിലാണ് ഇങ്ങനെ സുപ്രീം കോടതിൻ്റെ ഒരു വെർഡിക്റ്റ് വന്നിരിക്കുന്നത് എന്ന് നോക്കണം. സുപ്രീം കോർട്ട് അപ്ഹോൾഡ്സ് സെബി പ്രോബിൻ അദാനി ഹിൻഡൻബർഗ് കേസ്.
അദാനി ഗ്രൂപ്പിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും മറ്റുമായി ബന്ധപ്പെട്ട് ഹിൻഡൻബർഗ് റിപ്പോർട്ട് കഴിഞ്ഞ വർഷം പ്രസിദ്ധീകരിച്ചിരുന്നു. അത് കാരണം കമ്പനിയുടെ ഷെയർ മൂല്യത്തിൽ ആ സമയം ഇടിവ് രേഖപ്പെടുത്തിയിരുന്നു. അത് മാത്രമല്ല പബ്ലിക് ഇൻവെസ്റ്റേഴ്സിന് വളരെയധികം പാനിക് ഉണ്ടാക്കിയ ഒരു കാര്യമാണ്. വളരെ വലിയ ഷെയർ വാല്യൂ ഫ്ലക്ച്വേഷനാണ് ഈ പറയുന്ന ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്നത്. അപ്പോൾ ഹിൻഡൻബർഗ് റിപ്പോർട്ട് എന്ന് പറയുന്നത് അദാനി ഗ്രൂപ്പിൻ്റെ ഷെയർ വാല്യൂസുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ അക്കൗണ്ടിങ്ങും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസുമായി ബന്ധപ്പെട്ട് സംശയങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു റിപ്പോർട്ടായിരുന്നു. അപ്പോൾ അത് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞ വർഷമാണ്. അപ്പോൾ അതിൽ ഇൻവെസ്റ്റേഴ്സിന് കോൺഫിഡൻസ് ലൂസ് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ വാല്യൂ കുത്തനെ ഇടുകയും ചെയ്യുന്നൊരു സംഭവമായിരുന്നു ഈ പറയുന്ന ഹിൻഡൻബർഗ് റിപ്പോർട്ടും അത് കാരണമായിട്ടുള്ള സംഭവങ്ങളും. അപ്പോൾ ഇതിൽ സെബിയാണ് എൻക്വയറി ചെയ്തിരിക്കുന്നത് അല്ലേ. സെബി എന്താണ്, സുപ്രീം കോടതി പറഞ്ഞ പോലെ സെബിയുടെ എൻക്വയറി അപ്ഹോൾഡ് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ സെബി എന്താണ്, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ അല്ലേ. അപ്പോൾ ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്, സ്റ്റാറ്റ്യൂട്ടറി ബോർഡാണ്. ഇതൊരു നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിട്ടാണ് 1988 ഏപ്രിൽ 12 നിലവിൽ വന്നത്. അപ്പോൾ വെൻ ഇറ്റ് കെയിം ടു എക്സിസ്റ്റൻസ് ഓൺ April 12, 1988 ഇറ്റ് വാസ് എ നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡി but it became a statutory body in 1992 by the SEBI Act of 1992. അപ്പം ഇതൊന്നും ഓർത്ത് വെക്കുന്നത് നല്ലതാണ്. ഷെയർസും അതുമായി ബന്ധപ്പെട്ട ക്യാപിറ്റൽ മാർക്കറ്റ്സിന് കൺട്രോളറാണ് സെബി. RBI മോണിറ്ററി കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്ന പോലെ തന്നെ ഷെയർസും അതുമായി ബന്ധപ്പെട്ട ഇക്വിറ്റീസും കൺട്രോൾ ചെയ്യുന്നത് സെബിയാണ്. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്നാണ് അതിൻ്റെ പൂർണ്ണ രൂപം എന്ന് പറയുന്നത്. നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. അത് എസ്റ്റാബ്ലിഷ് ചെയ്തപ്പോൾ April 12, 1988 അത് നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. പക്ഷേ എപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയായി 1992 സെബി ആക്ട് വഴിയായി. അപ്പോൾ എന്താണ് സ്റ്റാറ്റ്യൂട്ടറി ബോഡി? എ ബോഡി വിച്ച് ഈസ് ഫോംഡ് ആസ് എ പാർട്ട് ഓഫ് ദി ആക്ട് ഓഫ് ദി പാർലമെൻറ്റ്. ഒരു പാർലമെൻറ്റ് അല്ലെങ്കിൽ നിയമസഭ ഉണ്ടാക്കുന്ന ആക്ട് വഴി വന്ന സ്ഥാപനങ്ങളെയാണ്, അല്ലെങ്കിൽ ആ ആക്റ്റിലെ ക്ലോസ് വഴി വന്ന സ്ഥാപനങ്ങളാണ് സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് പറയുന്നത്. അപ്പോൾ ആക്റ്റോ മറ്റെന്തെങ്കിലും കാര്യമായിട്ട് വരാത്തത് അല്ലെങ്കിൽ ഒരു തരത്തിലും ആക്ട് ബാക്കപ്പ് ചെയ്യാത്ത കാര്യങ്ങൾ എന്ത് പറയും? നോൺ സ്റ്റാറ്റ്യൂട്ടറി എന്ന് പറയും. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി എന്ന് പറഞ്ഞാൽ എന്താണ്? ബോഡി വിച്ച് ഈസ് ഫോംഡ് ആസ് പാർട്ട് ഓഫ് ദി പ്രൊവിഷൻസ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. കോൺസ്റ്റിറ്റ്യൂഷനിലെ പ്രൊവിഷൻസ് പ്രകാരം വന്നതാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി എന്ന് പറയുന്നത്. നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി എന്ന് പറയുന്നത് എന്താണ്? നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി എന്ന് പറയുന്നത് ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയാതിരിക്കുന്നത്. അപ്പോൾ നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ, നോൺ സ്റ്റാറ്റ്യൂട്ടറി ഉണ്ട്. കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയാത്തതും നിയമങ്ങൾ വഴി സ്ഥാപിതവും അല്ലാത്തതുമായിട്ടുള്ള ബോഡികളുണ്ട്. നിങ്ങളിത് മുഴുവനായിട്ട് കേൾക്കുകയാണെങ്കിൽ മാത്രമേ ഈ ചോദ്യം തന്നെ നിങ്ങൾ കേൾക്കുള്ളൂ. അപ്പോൾ അതൊന്ന് കമൻറ്റ് ചെയ്യുക. നോൺ സ്റ്റാറ്റ്യൂട്ടറി, നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ. നോൺ സ്റ്റാറ്റ്യൂട്ടറി, നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് ഏതൊക്കെയാണ്? അതിനുള്ള എക്സാമ്പിൾസ് പറ്റുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. PM അജയ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ന്യൂസാണ്. എന്താണ്? പല 3 സ്കീംസും കൂടി ഒരുമിച്ച് PM അജയ് എന്ന് പറഞ്ഞൊരു സ്കീം ഉണ്ടാക്കിയിരിക്കുന്നു പറഞ്ഞു. അപ്പോൾ മിനിസ്റ്റർ ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെൻറ്റ് ഹാസ് merged 3 സെൻട്രലി സ്പോൺസർഡ് സ്കീംസ്, നെയിംലി പ്രധാനമന്ത്രി ആദർശ് ഗ്രാം യോജന, നമുക്കറിയാം PMAGY, സ്പെഷ്യൽ സെൻട്രൽ അസിസ്റ്റൻസ് ടു ഷെഡ്യൂൾഡ് കാസ്റ്റ് സബ് പ്ലാൻ SCA ടു SCSP ആൻഡ് C ബാബു ജഗ്ജീവൻ റാം ഛത്രവാസ് യോജന ഇൻറ്റു പ്രധാനമന്ത്രി അനുശ്ചിത് ജാതി അഭ്യുദയ് യോജന. പ്രധാനമന്ത്രി അനുശ്ചിത് ജാതി അഭ്യുദയ് യോജന. അതൊന്ന് ഓർത്ത് നോക്കണം. PM അജയ് എന്താണ് ഉദ്ദേശങ്ങൾ? എയിം ടു റെഡ്യൂസ് പോവർട്ടി അമംഗ് SC കമ്മ്യൂണിറ്റീസ്. SC കമ്മ്യൂണിറ്റീസിന് ഇടയ്ക്ക് പ്രിവെയിൽ ചെയ്യുന്ന പോവർട്ടി, ദാരിദ്ര്യം കുറക്കാൻ വേണ്ടിയിട്ട്. എംഫസിസ് ഓൺ ജനറേഷൻ ഓഫ് അഡീഷണൽ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ത്രൂ സ്കിൽ ഡെവലപ്മെൻറ്റ്. ഇൻകം ജനറേറ്റിംഗ് സ്കീംസ് ടു improve socio-economic developmental indicators, ensuring adequate infrastructure and services in the SC-dominated villages. അപ്പോൾ ഷെഡ്യൂൾഡ് കാസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള സോഷ്യോ എക്കണോമിക് ഡെവലപ്മെൻ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. പോവർട്ടി എലിമിനേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ മറ്റ് സോഷ്യോ എക്കണോമിക് പാരാമീറ്റേഴ്സിലുള്ള ഇമ്പ്രൂവ്മെൻറ്റ് ആണ് ഈ പറയുന്ന PM അജയ് ഉദ്ദേശിക്കുന്നത്. ഓർത്ത് നോക്കണം. എത്ര എണ്ണമാണ് മെർജ് ചെയ്തിരിക്കുന്നത്? 3 സ്കീംസാണ് മെർജ് ചെയ്തിരിക്കുന്നത്. ഒന്ന് ഓർത്ത് നോക്കണേ. ഇന്ത്യക്ക് 93ാമത്തെ റാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ട്രാൻസ്പാരൻസി ഇൻ്റർനാഷണൽ പബ്ലിഷ് ചെയ്യുന്ന കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഡെക്സ് ആണ്. കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സ് ആരുടെയാണ്? ട്രാൻസ്പാരൻസി ഇൻ്റർനാഷണലിൻ്റെ. ഇന്ത്യ ഹാസ് സ്ലിപ്ഡ് ഇൻ ദ റാങ്ക് ടു 93 in 2023 അഗൈൻസ്റ്റ് 85 ഇൻ റാങ്ക് 2022. അപ്പോൾ 2023 93ആണ്, 2022 85 ആയിരുന്നു. അപ്പോൾ 7 പൊസിഷൻസ്, 8 പൊസിഷൻസ് സ്ലിപ്പ് ചെയ്തു അല്ലേ. 8 പൊസിഷൻസ് താഴെ വന്നിരിക്കുകയാണ്, 93 ആയിരിക്കുകയാണ്. According to the World Bank, corruption is the abuse of public office for private gain. It covers a wide range of behavior from bribery to theft of public funds. അപ്പോൾ പബ്ലിക് ഫണ്ട്സ് ഡൈവേർഷൻ ചെയ്യുക, അതുപോലെ തന്നെ അതിൻ്റെ ഇൻറ്റൻഡഡ് പർപ്പസിന് ഉപയോഗിക്കാതെ വ്യക്തി ലാഭത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രൈവറ്റ് കൺസംഷന് ഉപയോഗിക്കുന്ന ഒരു പരിപാടിയാണ് ഈ പറഞ്ഞ കറപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സ് പബ്ലിഷ്ഡ് ബൈ ട്രാൻസ്പാരൻസി ഇൻ്റർനാഷണൽ, റാങ്ക് വാസ് 85 in 2022. It slipped 8 positions to 93 in 2023. 93ാമത്തെ റാങ്ക്. ഇത് എന്താണ് കാണിക്കുന്നത്? ഒരു പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ എഫിഷ്യൻസിയാണ് കാണിക്കുന്നതെന്ന് വേണം പറയാം. കാരണം എപ്പോഴും ഈ പറയുന്ന കറപ്ഷൻ പൂർണ്ണമായിട്ട് എലിമിനേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയും. പക്ഷേ
അത് ഉണ്ടാക്കുന്ന എന്താണ്, അത് എഫിഷ്യൻസി ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷനാണ് കാണിക്കുന്നത് അല്ലേ, എത്രമാത്രം നന്നായിട്ടാണ് ഭരിക്കുന്നത് എന്നുള്ളത് കാണിക്കുന്ന ഒരു ഇൻഡിക്കേറ്ററാണ്. അടുത്തത് ചൈനയും ആഫ്രിക്കയായിട്ടുള്ളൊരു ന്യൂസാണ്. അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്, ഇപ്പോൾ നിയോ കൊളോണിയലിസം എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്. അതായത് പണ്ട് കാലത്ത് ഈ പറഞ്ഞ കോളനിയായിട്ട് ഭരിച്ചിരുന്ന ബ്രിട്ടീഷുകാരൊക്കെ പോയതിന് ശേഷവും എന്താണ് ഈ കാലഘട്ടത്തും അങ്ങനെയുള്ള കാര്യങ്ങൾ, പുതിയ കൊളോണിയലിസം അല്ലെങ്കിൽ പുതിയ കൊളോണിയലിസ്റ്റിക് ഐഡിയാസ് വരുന്നുണ്ടോ എന്നുള്ളത് ഒരു ചർച്ചാ വിഷയമാണ്. അപ്പോൾ നിയോ കൊളോണിയലിസം എന്ന് പറയുന്നത് എന്താണ്, പുതിയ തരത്തിലുള്ള, പണ്ട് കോളനിവൽക്കരിക്കലാണെങ്കിൽ ഇത് അതല്ലാതെ മറ്റൊരു രീതിയിൽ ഈ പറഞ്ഞ മാർക്കറ്റ്സ് കണ്ടുപിടിക്കുക, അതിനെ കൺട്രോൾ ചെയ്ത് വെക്കുകയും ചെയ്യുന്ന ഒരു പുതിയ കോൺസെപ്റ്റാണ് നിയോ കൊളോണിയലിസം. അപ്പോൾ ദ ചൈനീസ് മിനിസ്റ്റർ ഫോർ ഫോറിൻ അഫയേഴ്സ് വാങ് ഹി visited 4 African countries, Egypt, Tunisia, Togo and Ivory Coast as part of the 11th annual trip to Africa to enhance economic and security cooperation with the continent. അപ്പോൾ ആഫ്രിക്കൻ കോണ്ടിനെൻറ്റുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന 4 രാജ്യങ്ങളിൽ ചൈനീസ് ഒഫീഷ്യൽ വിസിറ്റ് ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ ഇമ്പോർട്ടൻസ് പറയുന്നത്, ചൈന ആസ് സച്ച് ഒരു ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയലൈസ്ഡ് ആയിട്ടുള്ള ഒരു മാർക്കറ്റാണ്. അപ്പോൾ പിന്നെ ഒരു എക്കോണമിയാണ്. അപ്പോൾ ഒരു മാർക്കറ്റ്, ഈ പറയുന്ന സാധനങ്ങൾ വിറ്റഴിക്കാൻ ഒരു മാർക്കറ്റിനുള്ള സെർച്ച് എപ്പോഴും എല്ലാ ഡെവലപ്ഡ് കൺട്രീസും നോക്കുന്ന ഒന്നാണ്. അപ്പോൾ അവർക്ക് നല്ല രീതിയിലുള്ള മാർക്കറ്റ്സ് വേണം. ഇത് തന്നെയായിരുന്നു കൊളോണിയലിസത്തിൻ്റെ ഒരു ഭാഗവും. അതായത് കോളനീസിൽ ഫിനിഷ്ഡ് പ്രൊഡക്ട്സ് വിൽക്കുക, അതുവഴി ലാഭം ഉണ്ടാക്കുക എന്ന് പറഞ്ഞ പ്രോസസ്സായിരുന്നു. അപ്പം എല്ലാ ഡെവലപ്ഡ് കൺട്രീസിനും ഈ പറയുന്ന മാർക്കറ്റ്സ് ആവശ്യമാണ്. ഈ ഫിനിഷ്ഡ് ആയിട്ടുള്ള ഗുഡ്സ്, ഇൻഡസ്ട്രിയലൈസ്ഡ് ആയിട്ടുള്ള ഗുഡ്സ്, എല്ലാം കഴിഞ്ഞ് വന്ന ഗുഡ്സ് വളരെ എന്താ പറയുക എഫിഷ്യൻ്റ് ആയിട്ട് സെല് ചെയ്യുക, പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞത്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെയാണ് നമ്മൾ ഈ ചൈനയുടെ ഡെറ്റ് ട്രാപ്പ് പോളിസി, അതായത് കടക്കണിയിൽ ആക്കിയിട്ട് ഒരുപാട് പൈസ കടമായിട്ട് ലോൺ കൊടുത്തിട്ട് അതിനുശേഷം തിരിച്ചടക്കാൻ പറ്റാതിരിക്കുന്ന സമയത്ത് അവിടെ ഈ പറയുന്ന അധികാരം സ്ഥാപിക്കുന്ന ഡെറ്റ് ട്രാപ്പ് പോളിസി എന്ന് പറഞ്ഞിട്ട് ചൈനയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോളിസിയാണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ പറയുന്ന മാർക്കറ്റ്സ് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ പറയുക, അതുമായി ബന്ധപ്പെട്ട ട്രേഡ് നെഗോസിയേഷൻസും ഒക്കെ. The focus was on execution of 3 initiatives which included support for Africa's industrialization, agriculture modernization, cooperation on talent development, which were agreed at China-African Leaders Dialogue. അപ്പോൾ ഇത് മറ്റൊരു രാജ്യത്തിൻ്റെ സോഷ്യോ എക്കണോമിക് ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാലും ഈ പറയുന്ന എക്സോർബിറ്റൻ്റ് ആയിട്ടുള്ള വളരെ വലിയ ലോൺസ് കൊടുക്കുന്ന ഇതിലൂടെ നമ്മൾ എന്താണ് ചെയ്യുന്നത്, ഇല്ലെങ്കിൽ ചൈന പോലുള്ള രാജ്യങ്ങൾ എന്താണ് ചെയ്യുന്നത്, മറ്റൊരു രാജ്യത്തിൻ്റെ പോളിസീസിലും അഡ്മിനിസ്ട്രേഷനിലും എൻക്രോച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇടപെടുകയാണ് ചെയ്യുന്നത്. എന്താണ് ഫ്രീ മൂവ്മെൻറ്റ് റെജീം? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഫ്രീ മൂവ്മെൻറ്റ് റെജീം എന്ന് പറയുന്നത്. ദ ബോർഡർ ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് മ്യാൻമാർ റൺസ് 1643 കിലോമീറ്റേഴ്സ് ഇൻ ദ 4 സ്റ്റേറ്റ്സ് ഓഫ് മിസോറാം, മണിപ്പൂർ, നാഗാലാൻഡ് ആൻഡ് അരുണാചൽ പ്രദേശ്. അപ്പോൾ ഫ്രീ മൂവ്മെൻറ്റ് റെജീം എന്ന് പറയുന്നത് ഈ പറയുന്ന 4 സ്റ്റേറ്റിലേക്കും മ്യാൻമറിൽ നിന്ന്, ബോർഡറാണല്ലോ അത്, മ്യാൻമറിൽ നിന്ന് നമ്മളെന്താണ് അവിടുത്തെ ഗോത്രവർഗ്ഗക്കാരെയൊക്കെ ഇങ്ങോട്ടേക്ക് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാനുള്ള പെർമിറ്റാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് കാര്യം. അപ്പോൾ 16 കിലോമീറ്റർ വരെ മൂവ് ചെയ്യാമെന്നും 2 ആഴ്ച വരെ ആ ഒരു വിസിറ്റിൽ താമസിക്കാമെന്നൊക്കെയാണ്. അത് ഇന്ത്യ സ്ക്രാപ്പ് ചെയ്യാൻ, ഒഴിവാക്കാനുള്ള സാധ്യതകൾ ഏറെയാണെന്നാണ് ന്യൂസിലുള്ളത്. ദ ബോർഡർ ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് മ്യാൻമർ റൺസ് 1643 കിലോമീറ്റേഴ്സ് ഇൻ 4 സ്റ്റേറ്റ്സ് ഓഫ് മിസോറാം, മണിപ്പൂർ, നാഗാലാൻഡ് ആൻഡ് അരുണാചൽ പ്രദേശ്. The FMR is mutually agreed arrangement between the 2 countries that allows tribes living along the border on either side to travel up to 16 kilometers inside the country വിത്തൗട്ട് വിസ ഇല്ലാതെ ഈ പറയുന്ന ട്രൈബ്സിന്, ബോർഡറിലുള്ള ട്രൈബ്സിന് മ്യാൻമറിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റുകയും ഈ 4 സ്റ്റേറ്റിൽ 16 കിലോമീറ്റർ വരെ ഉള്ളിലേക്ക് വന്ന് അവർക്ക് വേണമെങ്കിൽ 2 ആഴ്ച താമസിച്ച് പോകാൻ പറ്റുന്നൊരു ഫ്രീ മൂവ്മെൻറ്റ് റെജീമായിരുന്നു. അത് ഇന്ത്യ എടുത്ത് കളയാനുള്ള സാധ്യത ഏറെയാണെന്നാണ് ന്യൂസിൽ. ചൈൽഡ് മാരേജുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ന്യൂസ്, വളരെ ഇമ്പോർട്ടൻ്റ് ന്യൂസ് ഉണ്ട്. എ റീസെൻറ്റ് സ്റ്റഡി ഓൺ ചൈൽഡ് മാരേജ് ഇൻ ഇന്ത്യ പബ്ലിഷ്ഡ് in the Lancet എന്ന് പറഞ്ഞ പബ്ലിക്കേഷനാണ് ഹാസ് ഹൈലൈറ്റഡ് എ പോസിറ്റീവ് ട്രെൻഡ് ഓഫ് ഡിക്രീസിങ് ചൈൽഡ് മാരേജസ് അക്രോസ് ദ കൺട്രി. അപ്പോൾ ചൈൽഡ് മാരേജ് ഡിക്രീസ് ചെയ്യുന്നു പറയുന്നു, അതിൻ്റെ അളവ് കുറയുന്നു എന്ന് പറയുന്നു. ഹവർ ദ സ്റ്റഡി ഓൾസോ പോയിന്റഡ് ഔട്ട് ദാറ്റ് 4 സ്റ്റേറ്റ്സ് നെയിംലി ബീഹാർ, വെസ്റ്റ് ബംഗാൾ, ഉത്തർപ്രദേശ് ആൻഡ് മഹാരാഷ്ട്ര സ്റ്റിൽ അക്കൗണ്ട്സ് ഫോർ മോർ ദാൻ ഹാഫ് ഓഫ് ദ ടോട്ടൽ നമ്പർ ഓഫ് ചൈൽഡ് മാരേജസ് എമംഗ് ദ ഗേൾസ് ഇൻ ഇന്ത്യ. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഈ സ്റ്റാറ്റിസ്റ്റിക്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ഏതൊക്കെ സ്റ്റേറ്റുകളാണ് ഇപ്പോഴും ഈ പറയുന്ന ഇൻഡിക്കേറ്ററിൽ വളരെ പിന്നാക്കം നിൽക്കുന്നതെന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ ഹവർ ദ സ്റ്റഡി ആൾസോ പോയിന്റഡ് ഔട്ട് ദ 4 സ്റ്റേറ്റ്സ് നെയിംലി ബീഹാർ 1, വെസ്റ്റ് ബംഗാൾ 2, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, ഈ പറയുന്ന 4 സ്റ്റേറ്റുകൾ അല്ലേ, 1, 2, 3, 4 സ്റ്റേറ്റുകൾ എന്താണ് വളരെ ബാക്കിലാണെന്നാണ് ഈ പറയുന്ന ഇൻഡിക്കേറ്റർ അല്ലെങ്കിൽ സ്റ്റഡി കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഏറ്റവും കൂടുതൽ ബീഹാറിലാണ് ഇപ്പം പ്രിവേലൻസ് ഉള്ളത്. 16.7% ഓഫ് ഓൾ ദി ചൈൽഡ് മാരേജ് കേസസ് ഇൻ ഇന്ത്യ ഈസ് റിപ്പോർട്ടഡ് ഇൻ ബീഹാർ എന്ന് ലാൻസെറ്റ് എന്ന് പറയുന്ന പബ്ലിക്കേഷൻ അതിൻ്റെ റിപ്പോർട്ടിലൂടെ പറയുന്നു. സുപ്രീം കോർട്ട് ലീഗൽ സർവീസസ് കമ്മിറ്റി എന്ന് പറഞ്ഞൊരു കമ്മിറ്റി ഉണ്ട്. ഇറ്റ് ഈസ് എ സ്റ്റാറ്റ്യൂട്ടറി ബോഡി. ഈ കമ്മിറ്റികളും ചോദ്യങ്ങളിൽ വരാറുണ്ട്. അപ്പോൾ എന്താണ് ഈ കമ്മിറ്റി ഉദ്ദേശിക്കുന്നത്? അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഫ്രീ ലീഗൽ എയ്ഡ്, അതായത് തീരെ സാമ്പത്തികമായിട്ട് പിന്നോട്ട് നിൽക്കുന്നവരും അതുപോലെ തന്നെ മറ്റ്
എന്താ പറയുക, ഒരു പ്രിവിലേജസും ഒരു തരത്തിലുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരിക്കലും ഈ സർവീസസൊന്നും അവെയിൽ ചെയ്യാൻ പറ്റാത്ത ഒരു ഗ്രൂപ്പിന് ഫ്രീ ആയിട്ടുള്ള ലീഗൽ സർവീസസ് കൊടുക്കുന്നതാണ് ഈ പറഞ്ഞ സുപ്രീം കോടതി ലീഗൽ സർവീസസ് കമ്മിറ്റിയുടെ ഒരു പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്. ഇറ്റ് ഈസ് എ സ്റ്റാറ്റ്യൂട്ടറി ബോഡി കോൺസ്റ്റിറ്റ്യൂട്ടഡ് അണ്ടർ സെക്ഷൻ 3A ഓഫ് ദ ലീഗൽ സർവീസസ് അതോറിറ്റി ആക്ട് 1987 ലീഗൽ സർവീസസ് അതോറിറ്റി ആക്ടിലാണ് സുപ്രീം കോർട്ട് ലീഗൽ സർവീസസ് കമ്മിറ്റി വന്നിരിക്കുന്നത്. പ്രൊവൈഡിംഗ് ഫ്രീ ലീഗൽ സർവീസസ് ടു പുവർ, അണ്ടർ പ്രിവിലേജ്ഡ് ആൻഡ് ദോസ് മാർജിനലൈസ്ഡ് ഇൻ ദ സൊസൈറ്റി. ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഇസ് ദ പാട്രൺ ഇൻ ചീഫ് ഓഫ് ദ കമ്മിറ്റി. പാട്രൺ ഇൻ ചീഫ് ഓഫ് ദ കമ്മിറ്റി. ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഇസ് ദി പാട്രൺ ഇൻ ചീഫ് ഓഫ് ദ കമ്മിറ്റി. മെമ്പേഴ്സ്, ചെയർമാൻ ആൻഡ് 9 members നോമിനേറ്റഡ് ബൈ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നോൺ അലൈൻഡ് മൂവ്മെൻറ്റ് അറിയാം. നോൺ അലൈൻമെൻറ്റ് അല്ലെങ്കിൽ നോൺ അലൈൻഡ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് നാം എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 പവർ ബ്ലോക്സിനും ജോയിൻ ചെയ്യാതെ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എക്സിസ്റ്റൻസ് എടുത്ത ഒരു ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ഒരു IDE മൂവ്മെൻ്റ് ഒക്കെയാണ്. ഇപ്പോൾ റീസെൻ്റ്ലി 19th സമ്മിറ്റ് ഓഫ് ദ നോൺ അലൈൻഡ് മൂവ്മെൻറ്റ് വാസ് ഹെൽഡ് ഇൻ കമ്പാല, ഉഗാണ്ടയിലെ കമ്പാലയിലാണ് 19th എഡിഷൻ ഓഫ് ദി നോൺ അലൈൻഡ് മൂവ്മെൻറ്റിൻ്റെ സമ്മിറ്റ് ഉണ്ടായത്. തീം ഓഫ് ദ സമ്മിറ്റ് എന്താണ്? ഡീപ്പനിങ് കോപ്പറേഷൻ ഫോർ ഷെയർഡ് ഗ്ലോബൽ എഫ്ലുവൻസ്. ഡീപ്പനിങ് കോപ്പറേഷൻ ഫോർ ഷെയർഡ് ഗ്ലോബൽ എഫ്ലുവൻസ് എന്നാണ് ഈ പറയുന്ന കമ്മിറ്റിയുടെ അല്ലെങ്കിൽ ഈ പറയുന്ന സമ്മിറ്റിൻ്റെ തീം എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ കീ പ്രിൻസിപ്പിൾസ് ഓഫ് നാം നമുക്കറിയാം അല്ലേ, എന്തൊക്കെയാണ്? റെസ്പെക്റ്റ് ഫോർ UN ചാർട്ടർ ആൻഡ് ഇൻ്റർനാഷണൽ ലോയെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുക. സോവറിറ്റി, ഈക്വാലിറ്റി ആൻഡ് ടെറിട്ടോറിയൽ ഇൻറ്റിഗ്രിറ്റി ഫോർ ഓൾ സ്റ്റേറ്റ്സ്. ഒരു തരത്തിലും ടെറിട്ടോറിയലിലെ പ്രശ്നങ്ങളില്ലാതെ ഓരോ രാജ്യത്തിൻ്റെയും ടെറിട്ടോറിയൽ ഇൻറ്റിഗ്രിറ്റിയൊക്കെ നമ്മൾ സോവറിറ്റിയും ടെറിട്ടോറിയൽ ഇൻറ്റിഗ്രിറ്റി, ഈക്വാലിറ്റിയൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? റെസ്പെക്റ്റ് ചെയ്യുക. പീസ്ഫുൾ റെസൊല്യൂഷൻ ഓഫ് ഇൻ്റർനാഷണൽ കോൺഫ്ലിക്ട്സ് പെർ UN ചാർട്ടർ. അപ്പോൾ UN ചാർട്ടർ അനുസരിച്ച് പീസ്ഫുൾ ആയിട്ടുള്ള റെസൊല്യൂഷൻ, വളരെ പീസ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ പ്രശ്നങ്ങൾ പരിഹരിക്കുക. റെസ്പെക്ട് ഫോർ സെൽഫ് ഡിഫെൻസ് റൈറ്റ്സ് അണ്ടർ UN ചാർട്ടർ. സെൽഫ് ഡിഫെൻസ് റൈറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെങ്കിൽ ഇപ്പോൾ ഒരു രാജ്യത്തിന് അവരുടെ ടെറിട്ടോറിയൽ എക്സ്റ്റെൻഡ് ഡിഫെൻഡ് ചെയ്യാനുള്ള അധികാരം അല്ലെങ്കിൽ റൈറ്റ്, അത് റെസ്പെക്റ്റ് ചെയ്യുക. നോൺ ഇൻ്റർഫറൻസ് ഇൻ ഇൻറ്റേർണൽ അഫയേഴ്സ് ഫോർ സ്റ്റേറ്റ്സ്. അപ്പോൾ സ്റ്റേറ്റുകളുടെ സ്റ്റേറ്റുകളിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ എന്താണ് കൺട്രീസാണ്. അപ്പോൾ കൺട്രീസിൽ അവരുടെ ഇൻറ്റേർണൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ മറ്റു രാജ്യങ്ങൾ ഇടപെടാതെ ഇരിക്കുക. നോൺ ഇൻ്റർഫറൻസ് ഇൻ ഇൻറ്റേർണൽ അഫയേഴ്സ് ഓഫ് ദ സ്റ്റേറ്റ്സ്. ഇപ്പോൾ ചൈനയെക്കുറിച്ച് പറഞ്ഞു. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ലാൻഡ് ബോർഡർ ഡിസ്പ്യൂട്ട്സ് ഉള്ള ഒരു രാജ്യമാണ് ചൈന. പല രാജ്യമായിട്ടും ബൗണ്ടറി ഡിസ്പ്യൂട്ട്സ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്താണ് ശരിക്കും അത് പഞ്ചശീലവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ നോൺ അലൈൻമെൻറ്റ് മൂവ്മെൻറ്റുമായിട്ടൊന്നും ബന്ധപ്പെട്ട പ്രിൻസിപ്പിളാണ്. ഞാൻ ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞേ ഉള്ളൂ. ഈ പറഞ്ഞ എന്താണ് ഈ ടെറിട്ടോറിയൽ ആയിട്ടുള്ള റൈറ്റ്സ് മറ്റൊരു രാജ്യത്തിൻ്റെ റെസ്പെക്റ്റ് ചെയ്യാതെ ഇപ്പോൾ തവാങ് പോലുള്ള സ്ഥലങ്ങൾ അരുണാചൽ പ്രദേശിലും ദോക്കലാമിലും ഒക്കെ എന്താണ് ചെയ്യുന്നത്? ചൈനയ്ക്ക് ഈ പറയുന്ന എന്താ പറയുക ടെറിട്ടറീസ് എൻക്രോച്ച് ചെയ്തുകൊണ്ട് അത് നമ്മുടേതാണെന്ന് പറയുന്ന ഒരു ക്ലെയിം എപ്പോഴും പല രാജ്യങ്ങളായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന പ്രിൻസിപ്പിൾ എന്താണ്? നോൺ ഇൻ്റർഫറൻസ് ഇൻ ഇൻറ്റേർണൽ അഫയേഴ്സ് ഓഫ് സ്റ്റേറ്റ്സ്. ഒരു തരത്തിലും മറ്റ് രാജ്യങ്ങളുടെ ഇൻറ്റേർണൽ അഫയേഴ്സിൽ ഇടപെടാതിരിക്കുക. പ്രൊമോഷൻ ഓഫ് മൾട്ടിലാറ്ററലിസം ആൻഡ് കോപ്പറേഷൻ ത്രൂ ഡയലോഗ്. എന്താണ് ഇതിൻ്റെ അർത്ഥം? ത്രൂ ഡയലോഗ് എന്ന് പറഞ്ഞത് ത്രൂ ഡിപ്ലോമസി, ത്രൂ ട്രീറ്റീസ് അല്ലെങ്കിൽ ത്രൂ ഈ പറഞ്ഞ ചർച്ചകളിലൂടെ എന്താണ് പല കാര്യങ്ങളും കോപ്പറേഷന് വിധേയമാക്കുക. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ഡെവലപ്മെൻറ്റിനായാലും ശരി, ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ ആണെങ്കിൽ ഏത് രീതിയിൽ വേണമെന്നാണ് പറഞ്ഞത്? ത്രൂ ഡയലോഗ് ആൻഡ് ഡിപ്ലോമസി. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. മൾട്ടിലാറ്ററൽസ് എന്ന് പറഞ്ഞാൽ പല രീതിയിലും പല കൾച്ചറുമായിട്ട് അഡാപ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ പല രീതിയിലുള്ള കോപ്പറേഷൻസും ട്രീറ്റീസൊക്കെ ഏത് രീതിയിലുണ്ടാവണം? എല്ലാവരും ഇൻക്ലൂസീവായിട്ട് ഉണ്ടാവണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് കോപ്പറേഷൻ ത്രൂ ഡയലോഗ്. പിന്നെ ഒരു വൾച്ചർ റെസ്റ്റോറൻറ്റിൻ്റെ കാര്യമാണ്. വൾച്ചർ റെസ്റ്റോറൻറ്റ് സെറ്റപ്പ് ഇൻ ജാർഗൺ ടു കൺസേർവ് ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് സ്പീഷീസ്. അപ്പോൾ വൾച്ചർ എന്താണ്? ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് സ്പീഷീസാണ്. അപ്പോൾ ഇത് എന്തിനാണ്? അഡ്രസ് അഡ്വേഴ്സ് ഇമ്പാക്റ്റ് ഓഫ് ലൈഫ് സ്റ്റോക്ക് ഡ്രഗ്സ്, പർട്ടിക്കുലർ ഡൈക്ലോഫിനാക്ക്. അപ്പോൾ ഡൈക്ലോഫിനാക്കുമായി ബന്ധപ്പെട്ടൊരു കാര്യമുണ്ട്. ഡൈക്ലോഫിനാക്ക് എന്ന് പറയുന്നത് ഇപ്പോൾ കന്നുകാലികൾക്കൊക്കെ പെയിൻ റിലീഫിനൊക്കെ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു ഡ്രഗാണ്. പക്ഷേ അത് ഈ പറഞ്ഞ കന്നുകാലികൾക്ക് കൊടുക്കുന്നതാണ്. അപ്പോൾ ഇത് മരിച്ചു കഴിഞ്ഞാൽ ഇതിൽ ഫീഡ് ചെയ്യുന്ന ഈ പറയുന്ന സ്കാവഞ്ച് ചെയ്യുന്ന വൾച്ചേഴ്സിന് എന്ത് പറ്റും? ഈ ഡൈക്ലോഫിനാക്കിൻ്റെ അംശം അതിലേക്ക് അവരുടെ ശരീരത്തിലേക്ക് കയറാനും ഈ പറഞ്ഞ കിഡ്നീസൊക്കെ ഡാമേജ് ആയി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം വൾച്ചർ പോപ്പുലേഷനെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ ഡെഡ് റിമെയിൻസ് അല്ലെങ്കിൽ സ്കാവഞ്ച് ചെയ്യുന്ന ഈ പറഞ്ഞ വൾച്ചേഴ്സിന് എന്ത് പറ്റും? അവസാനം കിഡ്നി ഫെയിലിയറും ഡെത്തും സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഡൈക്ലോഫെനാക്ക് ഒരു വില്ലനാണ്. അപ്പോൾ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വൾച്ചർ റെസ്റ്റോറൻറ്റ് പറയുന്നത്. അൺഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള ഒരു ഏരിയ ഉണ്ടാക്കിയിട്ട് അതിന് ഈ പറഞ്ഞ ഡൈക്ലോഫിനാക്ക് ആയിട്ടുള്ള നോൺ ടോക്സിക് ആയിട്ടുള്ള എല്ലാ സാധനം ഈ പറഞ്ഞ ഡൈക്ലോഫിനാക്ക് അതുപോലത്തെ നോൺ ടോക്സിക് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഒഴിവാക്കിക്കൊണ്ട് ഭക്ഷണം കൊടുക്കുന്ന ഒരു പരിപാടിയാണ് ഈ വൾച്ചർ റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്നത്. ജാർഖണ്ഡിലാണെന്ന് പറയുന്നു, കൊഡർമ എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റിലാണ്. വൾച്ചർ റെസ്റ്റോറൻറ്റ് ഈസ് ആൻ അൺഡിസ്റ്റർബ്ഡ് ഏരിയ വെർ നോൺ ടോക്സിക് പോയ്സൺ ഫ്രീ മീറ്റ് ആൻഡ് കാർക്കേസസ് ആർ പ്രൊവൈഡഡ് ഫോർ വൾച്ചേഴ്സ് ആൻഡ് അതർ സ്കാവഞ്ചേഴ്സ്. കാരണം അവരുടെ ഹെൽത്തുമായി ബന്ധപ്പെട്ട ഒരു ഡിസീസ് ഇല്ലാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇത്രയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായി എന്നാണ് വിചാരിക്കുന്നത്. ഇങ്ങനെയുള്ള ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സും അതിനനുബന്ധമായിട്ടുള്ള കാര്യങ്ങളും
ചർച്ച ചെയ്യുന്ന വീഡിയോകൾ ഇഷ്ടമാണെങ്കിൽ നമുക്ക് ഇനി മുതൽ തുടരാം. എന്തായാലും റെസ്പോൺസ് അറിയിക്കും.